എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ചാണ്. മുൻകാലങ്ങളിൽ നാം ഏതെങ്കിലും കുട്ടികളെ കണ്ടാൽ നാം കേൾക്കും, നീ ഇന്നാളുടെ മോനല്ലേ അല്ലെങ്കിൽ കൊച്ചുമോനല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അവരോട് ആരെന്ന് ചോദിക്കുന്നതിന് മുമ്പേ അവരുടെ ഫേസിൽ കൂടി തന്നെ അവരുടെ പേരൻസിനെ കുറിച്ച് അറിയാൻ പറ്റുന്നു. അങ്ങനെയുള്ളൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. മറിച്ച് ഇന്ന് അത് സാധ്യമല്ല. കാരണം ഇന്നത്തെ കുട്ടികൾ ഏതാണ്ട് ഒരു 20 വയസ്സിനോടൊപ്പം തന്നെ അവരുടെ മുഖങ്ങളെല്ലാം രോമം കൊണ്ടും മറച്ചിരിക്കും. അതായത് പല രൂപത്തിൽ പല ഫേസിൽ ഇവരൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എന്നാൽ അതിൽ ചില ആൾക്കാരുണ്ട് നല്ല രീതിയിൽ ആ ദാടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഈസ് എ ബെറ്റർ ഫോർ ദാറ്റ്. ബട്ട് ചിലവരോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ദാടി വയ്ക്കാൻ കാരണം എന്താണ്? അതെ, എൻ്റെ കവിളൊന്ന് ഒട്ടിയിരിക്കുന്നു, അത് കാണാൻ അഭംഗിയാണ്, അത് മറയ്ക്കാൻ വേണ്ടി ചെയ്യണം. ഞാൻ പറയും ഷോക്കെ, തീർച്ചയായിട്ടും അത് അംഗീകരിക്കേണ്ട കാര്യമാണ്. ഒരു പേഴ്സണാലിറ്റി കാര്യമാണ്. എന്നാൽ എനിക്ക് മനസ്സിലാത്ത മറ്റൊരു കാര്യം, ചെമ്പൈ എന്ന വലിയ സംഗീതജ്ഞൻ, അങ്ങനെ അടുക്കൾക്ക് ഈ സംഗീതം അഭ്യസിച്ചവർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഇപ്പോൾ വലിയ ദാടികൾ വെച്ചിരിക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ, അവരേതാണ്ട് പ്രായങ്ങളൊക്കെ ഒത്തിരിയായി, എന്താ പറയുക, വാർദ്ധക്യത്തിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ അവർക്ക് ദാടി വയ്ക്കുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ അവരുടെ മക്കൾ വളർത്തുന്ന ദാടി അവരെക്കാളും, അതായത് അവരുടെ പേരൻസിനേക്കാളും വലിയ ദാടികൾ വെച്ച് അവരുടെ പേഴ്സണാലിറ്റി കാണിക്കുകയാണ്. ബട്ട് അതെനിക്കൊരു പേഴ്സണാലിറ്റി ആയിട്ട് കാണാൻ പറ്റാതെ, ഉള്ള ഈശ്വരൻ കൊടുത്ത ആ നല്ല മുഖത്തെ ഈ രോമം കൊണ്ട് മറച്ച് വികൃതമാക്കുന്നു. ഇതിൽ ചില സെലിബ്രിറ്റികളും പെട്ടിട്ടുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ദയവ് ചെയ്ത് ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരോട് എനിക്കൊന്ന് പറയാനുള്ളത്, നമുക്ക് ഈശ്വരൻ തന്ന നല്ലൊരു മുഖമുണ്ട്, അത് മറ്റുള്ളവരും കാണട്ടെ, ആസ്വദിക്കട്ടെ. ഇപ്പോൾ ഒരു സ്ത്രീ നമ്മുടെ മുന്നിൽ കൂടി പോയാൽ ഒരു സുന്ദരിയാണെങ്കിൽ ഒന്ന് കണ്ണോടി പോക്കില്ലേ, അതുപോലെ തന്നെ നല്ലൊരു പുരുഷൻ കടന്നു പോയാലും സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ഒരു കണ്ണിന് ഒരു ആനന്ദം കിട്ടുന്ന എന്തെങ്കിലും ഒരു ഫേസ് ഉണ്ടെങ്കിൽ അവർ നോക്കിപ്പോകും. അത് ഇറ്റ് ഈസ് എ നാച്ചുറൽ, അതിനാരും കുറ്റം പറയാൻ പറ്റില്ല. ദയവ് ചെയ്ത് ഇന്നത്തെ ചെറുപ്പക്കാർ ഒന്ന് ചിന്തിക്കുക. ഏതാണ്ട് 75% ഓഫ് ദ പീപ്പിൾ, ചെറുപ്പക്കാർ ഇപ്പോൾ ദാടി വളർത്തി ഭ്രമത്തിലാണ്. ദാടി വളർത്താൻ ഇപ്പോൾ തന്നെ മുടിയും വളർത്തുകയാണ്. അപ്പോൾ ചില കുട്ടികളെ കണ്ടാൽ ബാക്കിൽ റബ്ബർ ബാൻഡിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് അതിൽ ഒരു ഹോൾ ഉണ്ടാക്കുക, പിന്നെ കാതിലൊരു ഹോൾ ഉണ്ടാക്കുക, അവിടേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫിറ്റിങ്സ് നടത്തുക. ആകെ വിചിത്രം തന്നെ. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, ഇതിലൂടെ അവർക്ക് മനസ്സിലാക്കുന്നത് യു ആർ കില്ലിങ് യുവർ പേഴ്സണാലിറ്റി, യു ആർ ഡാമേജിങ് യുവർ പേഴ്സണാലിറ്റി. നിങ്ങൾ എവിടെയെങ്കിലും ആരെയും കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ശരിക്ക് നിങ്ങളെ ഒരു റെസ്പെക്റ്റീവ് വേയിലുള്ള ഒരു ചിന്താഗതി നിങ്ങൾ ഉണ്ടാവില്ല അവർക്ക്. രണ്ടാമത്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ജഡ്ജസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ നിങ്ങളുടെ ഏതാണ്ട് മാർക്ക് 50% പോകും. നിങ്ങൾക്ക് ജോലിയും കിട്ടിയില്ല. നിങ്ങൾക്ക് അത്ര താല്പര്യമാണ്, നമുക്ക് ഏറ്റവും ചെയ്യാമെന്നുള്ളൊരു എളുപ്പ മാർഗം ഇങ്ങനെ ദാടി വളർന്നത്. ചില ദാടികൾ കണ്ടാൽ നമുക്ക് ഭയം തോന്നും. ഇതിങ്ങനെ വളർന്ന് വന്ന് ഇതിൻ്റെ അവസാനം ഞാൻ പറയാം എന്താകുമെന്ന്. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു തലമുറ കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് ഈ രോമം കൊണ്ട് ശരീരം മറച്ച് നമുക്ക് പിന്നെ വസ്ത്രത്തിൻ്റെ ആവശ്യം വേണ്ടിയില്ല. നമ്മുടെ എല്ലാ രഹസ്യഭാഗങ്ങളും ഈ മുടി കൊണ്ട് രോമം കൊണ്ട് മറഞ്ഞു പോകും. സോ ഇറ്റ്സ് എ ബെറ്റർ. പണ്ട് ഞാനൊക്കെ പഠിച്ച കാലത്ത് ഒരു കാട്ടാളൻ സന്യാസിയായ കഥ. അദ്ദേഹം ഈ പക്ഷികളെയൊക്കെ വെടിവെച്ച് അത് മഹർഷിയുടെ തീർന്നുമ്പോൾ അദ്ദേഹം എന്തോ ഒരു മന്ത്രം ചൊല്ലിക്കൊടുത്തു, നീ പോയി ജപിക്കാമെന്ന്. അങ്ങനെ ജപിച്ച് അങ്ങനെ ചിതൽപ്പൂട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ ചിതൽ കൊണ്ട് മൂടിപ്പോൾ അങ്ങനെ ഒരു മഹർഷിയുടെ കഥ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്, എനിക്ക് ഓർമ്മ വരുന്നില്ല.
ഇനി അങ്ങനെയാണെങ്കിൽ അതൊരു കണക്ക് നല്ല കാര്യമാണ്. ഈ ദാറ്റ് ഫെലോ ഡൺ എ ഗുഡ് തിങ്. നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഹിമാലയത്തിൻ്റെ ഏതെങ്കിലും ഉൾവനങ്ങളിൽ പോയി നിങ്ങൾ സന്യസിക്കുക. സന്യസിച്ചാൽ നിങ്ങളുടെ ഈ രോമങ്ങൾ കൊണ്ട് നിങ്ങൾ മൊത്തം മൂടപ്പെടും. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു വസ്ത്രം വേണ്ടി വരികയില്ല. എന്തായാലും ഇപ്പോൾ തന്നെ ഈ മില്ല് ഓണേഴ്സൊക്കെ ആകെപ്പാടെ സ്ട്രെയിനിലാണ്. മില്ല് ഓണേഴ്സ് കാരണം അവരുടെ വസ്ത്രങ്ങൾ ഉൽപ്പാദനത്തിൻ്റെ ആ ബോഡികളുടെ വോളിയം കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ ബ്ലേഡ്, ഈ ഷേവിങ് ബ്ലേഡൊക്കെ അത് അവർ തൊഴിലാളികളുടെ അതും നഷ്ടപ്പെട്ടു. കാരണം ഈ റോസർ ഉപയോഗിക്കാൻ ബ്ലേഡ് ആരും വാങ്ങാറില്ല. ഇപ്പോൾ ഇത് ജസ്റ്റ് അങ്ങോട്ട് വളർത്തി വിട്ടു കൊടുത്താൽ അതങ്ങോട്ട് വളർന്നോളും. ഞാൻ ദാടി വളർത്തുന്നവരെ പരിഹസിക്കുകയല്ല. ബട്ട് ജസ്റ്റ് യു തിങ്ക് ഇറ്റ്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ആ നല്ല ഐശ്വര്യമായ മുഖം നിങ്ങളുടെ പേരൻസിന് കാണണ്ടേ, നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണണ്ടേ, നിങ്ങളുടെ ബന്ധുക്കൾക്ക് കാണണ്ടേ, സമൂഹത്തിന് കാണണ്ടേ. ഇതെല്ലാം രോമം കൊണ്ട് മൂടുന്നത് ശരിയാണ്. എത്ര ആൾക്കാരുണ്ട് ദേ ആർ മെയിൻറ്റെയിനിങ് വെരി വെൽ. ആ നല്ല ബിയേഴ്സൊക്കെ വെച്ച് നല്ല, ഇപ്പോൾ ഈ നേവിയിലൊക്കെ നേവി ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല രീതിയിലാണ് ആ ഒരു സിസ്റ്റം ഉണ്ടാക്കുക. പക്ഷേ അത് ഷേവിങ്ങിനെക്കാളും പാടാന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് അങ്ങനെ വിട്ടേക്കാണ്, വളർത്തി അങ്ങോട്ട് വിട്ടേക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പല ഈ കായിക താരങ്ങൾ പുറത്ത് പല ഈ എന്താ പറയുക സൗത്ത് ആഫ്രിക്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കളിക്കാൻ പോയിട്ട് അവിടുത്തെ നീഗ്രോസിൻ്റെ, അവിടുത്തെ ആഫ്രിക്കൻസിൻ്റെ കുറേ ഹെയർ സ്റ്റൈലുകൾ ഇവിടെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണിപ്പോൾ ഇവിടെ ഏറ്റവും പ്രചാരത്തിലിരിക്കുന്നത്. എൻ്റെ കൊച്ചുമോൻ വന്ന് പറഞ്ഞ്, അപ്പൂപ്പ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറയടാ, നീ ഇപ്പോൾ കുറച്ച് നാളല്ലേ പോയിട്ടുള്ളൂ. ഇല്ലല്ല, അതിപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റാം. അതെന്നാടാ ഹെയർ സ്റ്റൈൽ? അത് അപ്പാപ്പ ഒരു പുതിയ ഹെയർ സ്റ്റൈലുണ്ട്, അതിൻ്റെ പേരാണ് ബുള്ളറ്റ് കട്ടിങ്. ബുള്ളറ്റ് കട്ടിങ്ങോ? ഓടിയതേ എനിക്ക് ഈ അപ്പാപ്പന് ഇതൊന്നും അറിയില്ല. ഇതെപ്പോലെ എൻ്റെ കൂട്ടുകാരിപ്പോൾ ബുള്ളറ്റ് കട്ടിങ്, അങ്ങനെ പല കട്ടിങ്ങുകളായിട്ട് അത് നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ബാർബർ ഷോപ്പ് ദേ ആർ ഗെറ്റിംഗ് എ ഗുഡ് ബിസിനസ്. ഐ അപ്രീഷിയേറ്റ് ദം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി നിങ്ങൾ ഈ പാവം പിടിച്ച ടെക്സ്റ്റൈൽ തൊഴിലാളികളുടെ തൊഴിൽ നശിപ്പിക്കാതിരിക്കുക. ബ്ലേഡ് ഉണ്ടാക്കുന്ന ആ ഫാക്ടറി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ തൊഴിൽ ഇല്ലാതാക്കുക. ഈ ജസ്റ്റ് മേക്ക് ഇറ്റ് റീസണബിൾ. ഒരു ദാടിയൊക്കെ വെച്ചോളൂ, കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീഗർ ലുക്കാണ്. ഇനിയൊരു തുണിയുടെ അടുത്ത് കെട്ടിയ തനി ഫീഗരന്മാർ. നിങ്ങൾ ഈ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ, ഭീകരാക്രമണം അതൊക്കെ നടത്തി അവരുടെ ഡ്രസ്സൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങളിനി ആ ഒരു തലയുടെ ഒരു കെട്ട് കെട്ടി കൊടുത്താൽ മതി, നിങ്ങളും ഭീകരനായി മാറും. വേണോ അത്? പ്ലീസ്. സോ ചെറുപ്പക്കാരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. കഴിയുന്നതും നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിക്കുക. ഈശ്വരൻ തന്ന ആ ഐശ്വര്യമായ മുഖം പബ്ലിക്കിനും കാണുന്ന രീതിയിൽ ഒന്ന് ഇത് ചെയ്യുക. ഇപ്പോൾ ഐ എം നോട്ട് ബ്ലെയിമിങ് എനി വേണ്ടി, ബട്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത നാളുകളിൽ നമുക്ക് ഈവൻ അണ്ടർ ഗാർമെൻറ്റ്സ് വരെ ഉപയോഗിക്കേണ്ട സ്റ്റേജ് ഉണ്ടാവില്ല. കാരണം രോമം കൊണ്ട് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം മൂടപ്പെട്ട് കഴിയും. ആ ഒരു സ്റ്റേജ് വേണോ? ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇല്ല, അത് തന്നെയാണ്. ക്ഷമിക്കണം, ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വന്നത് ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്തു പോണതാണ്. വി ആർ ഞങ്ങൾ ഈ പഴയ കാലത്ത് ഐ ബോൺ ഏതാണ്ട് ഐ ആം നിയറിങ് ടു ഏജ് 81, 81 വയസ്സിലോട്ട് ഞാൻ കിടക്കാൻ പോവുകയാണ്. പക്ഷേ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അതിശയോക്തിയായിരിക്കുന്നു, ചിരിക്കുന്നു. എനിക്കെൻ്റെ ബന്ധുജനങ്ങളെ വരെ തിരിച്ചറിയാൻ വയ്യാത്തൊരു സ്റ്റേജിലാണ്. ആ പിള്ളേരെല്ലാം ദാടിയും വളർത്തി നടക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാക്കാനും സ്നേഹമുള്ള ചെറുപ്പക്കാർ ഒന്ന് ശ്രമിച്ചാലും, പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള നമ്മുടെ സെലിബ്രിറ്റികൾ, അവർക്കും ഇങ്ങനെയുള്ള ചില അസുഖങ്ങൾ പടർന്നിരിക്കുകയാണ്. നല്ല മുഖങ്ങൾ അവരും അവരുടെ മുഖത്തിന് വികൃതമായി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാലും എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള റിക്വസ്റ്റാണ്. ഒരുപക്ഷെ പലർക്കും ഒരുപക്ഷെ ഹേർട്ട് ചെയ്തേക്കാം. അങ്ങനെ ഞാൻ ആരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞൊന്നുമല്ല. പ്രായത്തിന് അനുസരണമായ ആ പേഴ്സണാലിറ്റി നാം ഡെവലപ്പ് ചെയ്തിരിക്കാം. ഒരു 80 വയസ്സ് 85 വയസ്സ് അവരൊരു വളർത്തിക്കൊട്ടെ ദാടി. അവരുടെ എല്ലാ സുഖസഹങ്ങളും, ജീവിതത്തിലുള്ള എല്ലാ സുഖസഹങ്ങളും എല്ലാം നീട്ട് അവസാനം അവർ ഡൈ ചെയ്യുന്നൊക്കെ നിർത്തി അവർ വെളുത്ത ദാടിയിൽ പബ്ലിക്കിനെ ഫേസ് ചെയ്യാണ്. ഇറ്റ്സ് ഓക്കെ. അവരുടെ ജീവിതമൊക്കെ ഏതാണ്ട് കഴിഞ്ഞ് ദേ ആർ ഇൻ ദ റിട്ടയർഡ് ലൈഫ്. നിങ്ങളതല്ലല്ലോ പിള്ളേരെ. അതുകൊണ്ട്
പ്ലീസ് മേക്ക് ഇറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചാലും. എല്ലാവർക്കും നല്ലൊരു ദിവസം കാംക്ഷിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇവർ ആരും ചെറുപ്പക്കാരെ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. മറ്റാരും മുതിർന്നവരുണ്ടെങ്കിൽ കൂട്ടുകാരികൾക്കൊന്ന് ഷെയർ ചെയ്താലും. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.